നമസ്കാരം. എല്ലാവർക്കും ഒരു ഗെയിം ലാപ്ടോപ്പ് വാങ്ങണോ അതോ അതേ പൈസയ്ക്ക് ഒരു ഗെയിമിംഗ് ഡെസ്ക്ടോപ്പ് ചെയ്യണോ എന്ന് പലരും കൺഫ്യൂഷനിലാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ പല അഭിപ്രായങ്ങളും കാണാം. പക്ഷേ ഏതാണ് ശരിക്കും നിങ്ങൾക്ക് യോജിക്കുന്നത്? അതിനു മുമ്പേ ഗെയിം ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ അതെല്ലാവരും പറയുന്ന ലാപ്ടോപ്പാണ്. ഗെയിമിംഗ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെയാണ് ഗെയിമിംഗ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് മാറും. ഏത് നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഏതാണ് യോജിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ട് മാറുന്നതായിരിക്കും. ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗെയിമിംഗ് ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും തമ്മിലുള്ള വ്യത്യാസം, പെർഫോമൻസ് അപ്ഗ്രേഡ്, ഹീറ്റ്, ബാറ്ററി, ഗെയിമിംഗ് എക്സ്പീരിയൻസ്, എഡിറ്റിംഗ്, സ്ട്രീമിംഗ്, പ്രൈസ്, ഫീച്ചർ അപ്ഗ്രേഡ് എന്നിവയെല്ലാം വളരെ ലളിതമായി നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് അടുത്ത എന്ത് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് നോക്കാൻ പോകുന്നത് എന്താണ് ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്നാണ്. ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്നത് ഒരു സാധാരണ ലാപ്ടോപ്പല്ല, ഗെയിമിംഗ് ചെയ്യാൻ പ്രത്യേകം നിർമ്മിച്ച ലാപ്ടോപ്പാണ്. ഇതിൽ സാധാരണ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ്, പവർഫുൾ പ്രോസസ്സർ, കൂടുതൽ റാം, ഫാസ്റ്റ് SSD, ഹൈ റീഫ്രഷ് റേറ്റ്, ഡിസ്പ്ലേ, മികച്ച കൂളിംഗ് സിസ്റ്റം എന്നുണ്ടാകും. ഉദാഹരണത്തിന് RTX 3050, RTX 4050, RTX 4060 പോലുള്ള ഗ്രാഫിക്സ് കാർഡുകൾ ഗെയിമിംഗ് ലാപ്ടോപ്പുകളിൽ കാണാം. ലാപ്ടോപ്പിൻ്റെ പ്രധാന ഗുണം എന്നാണ് പറയുന്നത്. എവിടെയും കൊണ്ടുപോകണം. സത്യം പറഞ്ഞാൽ കോളേജിലും ഓഫീസിലും യാത്രകളിൽ ഉപയോഗിക്കാം. എന്നുവെച്ചാൽ നമുക്കൊരു നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ബാഗിൽ വയ്ക്കാം, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമാണ് ഈ ഗെയിം ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. അതൊരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഗെയിമിംഗ് ഡെസ്ക്ടോപ്പ് എന്നാണ്. ഗെയിമിംഗ് ഡെസ്ക്ടോപ്പ് പല ഭാഗങ്ങൾ ചേർന്നാണ്. അതായത് നിങ്ങൾക്കറിയാം, പ്രോസസ്സർ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനാണ്, ഗ്രാഫിക്സ് കാർഡ് ഗെയിമിൻ്റെ പ്രധാന ഭാഗമാണ്, അതേപോലെ റാം ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു, SSD വിൻഡോസ് ഗെയിംസിന് വേഗത്തിൽ തുറക്കാൻ, മദർ ബോർഡ് എല്ലാ ഭാഗങ്ങളും ബന്ധിപ്പിക്കുന്നു, പവർ സപ്ലൈ എല്ലാ ഭാഗങ്ങൾക്കും വൈദ്യുതി നൽകുന്നു, അതേപോലെ കൂളിംഗ് ചൂട് കുറയ്ക്കുന്നു. ഡെസ്ക്ടോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും. അതായത് എൻ്റെ ചാനലിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്യേണ്ടയും പിന്നെ PC ബിൽഡ് ചെയ്യേണ്ട വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി കാണാമെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അടുത്തായിട്ട് വരുന്നത് പെർഫോമൻസ്. കുറേ പേർക്ക് ഡൗട്ടാണ്, ഒരേ വിലയുള്ള ഗെയിമിൽ ലാപ്ടോപ്പ് എടുക്കണോ അത് ഗെയിമിംഗ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എടുക്കണോ എന്നത്. പെർഫോമൻസിൻ്റെ സാധാരണ ഡെസ്ക്ടോപ്പാണ് കൂടുതൽ കിട്ടുന്നത്. എന്നാലിപ്പോൾ 60,000-നുള്ള ഒരു ലാപ്ടോപ്പ് എടുത്തോ, അതിനെക്കാട്ടിയും 60,000-നുള്ള PC അതായത് ഡെസ്ക്ടോപ്പ് എടുത്താൽ ആ ഡെസ്ക്ടോപ്പിനായിരിക്കും നിങ്ങൾക്ക് പെർഫോമൻസ് കൂടുതലായിട്ടുള്ളത്. കാരണം ഡെസ്ക്ടോപ്പിൽ കൂടുതൽ പവർ ലഭിക്കും, വലിയ ഫാനുകളും കൂളിംഗ് ഉള്ളതിനാൽ ഹീറ്റ് കുറവായിരിക്കും. ലാപ്ടോപ്പിൽ ഹീറ്റ് കൂടുമ്പോൾ ചിലപ്പോൾ പെർഫോമൻസ് കുറയാൻ. അതുകൊണ്ട് FPS-നും സ്ഥിരതയ്ക്കും ഡെസ്ക്ടോപ്പിനും മുൻതൂക്കമുണ്ട്. നേരത്തെ പറഞ്ഞ അപ്ഗ്രേഡ്, ലാപ്ടോപ്പിൽ സാധാരണ റാം, SSD എന്നിവ മാത്രം അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയാറുള്ളൂ. ഗ്രാഫിക്സ് കാർഡ് മാറ്റാൻ സാധിക്കാത്ത മോഡലാണ് കൂടുതലുള്ള കസ്റ്റമർ. ഡെസ്ക്ടോപ്പ് അതായത് PCയിൽ കമ്പ്യൂട്ടറിലൊക്കെ റാം മാറ്റാൻ പറ്റും, SSD അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, പ്രോസസ്സർ, ഗ്രാഫിക്സ് കാർഡ്, പവർ സപ്ലൈ എന്നാൽ പിന്നീട് നമുക്ക് എളുപ്പത്തിന് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഭാവിയിൽ ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യമുണ്ട്. അപ്പോൾ ഒരു 50,000 രൂപയ്ക്കാണ് ഡെസ്ക്ടോപ്പ്, അതായത് PC എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് എത്ര രൂപയ്ക്കാണ് അപ്ഗ്രേഡ് ചെയ്യുക, അതായത് ഓരോ പാർട്സ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് PC മൊത്തത്തിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതായിട്ട് പറയാൻ വന്നാൽ എഡിറ്റിംഗ് സ്ട്രീമിങ്ങും ചെയ്യാൻ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. വീഡിയോ എഡിറ്റിംഗ് ചെയ്യുകയാണോ, സ്ട്രീമിംഗ് ചെയ്യുകയാണോ, ഡെസ്ക്ടോപ്പ് സാധാരണ കൂടുതൽ സമയം ഫുൾ ലോഡ് പ്രവർത്തിക്കുമ്പോൾ നല്ല പെർഫോമൻസ് നൽകും. ലാപ്ടോപ്പ് ദീർഘനേരം റെൻഡറിങ് ചെയ്യുമ്പോൾ ഹീറ്റ് കൂടുതലാകും. അതായത് കമ്പ്യൂട്ടറാണ് എഡിറ്റിങ്ങിനും സ്ട്രീമിങ്ങിനൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് ഏതൊരു ആളുകൾക്ക് നിങ്ങൾ കോളേജിൽ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വെച്ചാൽ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളാണെങ്കിലും ഗെയിമിംഗ് ലാപ്ടോപ്പ് നല്ല തിരഞ്ഞെടുപ്പാണ്. അതായത് ഗെയിം ലാപ്ടോപ്പ് തന്നെ നിങ്ങൾ ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ ഗെയിം ലാപ്ടോപ്പാണ് നല്ലത്. വീട്ടിൽ നിന്ന് ഗെയിമിംഗ്, എഡിറ്റിംഗ്, സ്ട്രീമിംഗ് എന്നിവ ചെയ്യുകയാണെങ്കിൽ ഗെയിമിംഗ് ഡെസ്ക്ടോപ്പ് അതായത് ഗെയിമിംഗ് PC ആകുന്നതാണ് കൂടുതൽ വാല്യൂ ഫോർ മണി ആയിരിക്കും. അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് RTX 4060. അതായത് ഗ്രാഫിക്സ് കാർഡ് നിങ്ങളിപ്പോൾ ലാപ്ടോപ്പിൽ ഒന്നാണ് PCയിൽ ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിലും ഒരേ പെർഫോമൻസ് കിട്ടത്തില്ല. അത് കുറച്ച് പേരൊക്കെ അറിഞ്ഞൂടാത്ത കാര്യമാണ്. രണ്ടിലും പേര് ഒരേപോലെ ആണെങ്കിലും ഡെസ്ക്ടോപ്പ് വേർഷൻ സാധാരണ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കും. അതുകൊണ്ട് പല ഗെയിമുകൾക്കും ഡെസ്ക്ടോപ്പിന് കൂടുതൽ FPS ലഭിക്കും, അതായത് കമ്പ്യൂട്ടറിന്. അതിനാൽ പേര് മാത്രം നോക്കി ലാപ്ടോപ്പ് വന്നത് വലിയ തെറ്റാണ്. അതായത് ഗ്രാഫിക്സ് കാർഡിൻ്റെ പേര് ഇത് പറയുന്നത് ലാപ്ടോപ്പ് ഉള്ളവർക്ക് കണ്ടൊരു ടിപ്പാണ്. മിക്ക പേർക്കും അറിയാം, പക്ഷെ കുറച്ചുപേരൊക്കെ അറിഞ്ഞൂടാത്തുള്ളൂ. അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ലാപ്ടോപ്പിൻ്റെ ചാർജ് കണക്ട് ചെയ്ത് ഗെയിം കളിക്കുമ്പോൾ ലാപ്ടോപ്പിന് നേരിട്ട് പവർ ലഭിക്കും. അതുകൊണ്ട് CPU-ക്കും GPU-ക്കും ആവശ്യമായ വൈദ്യുതി കിട്ടും. അതിനാൽ ഗെയിം നല്ല FPS ഓടും. പക്ഷെ ചാർജ് അഴിച്ച് ലാപ്ടോപ്പ് ബാറ്ററി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ബാറ്ററി വളരെ വേഗത്തിൽ തീരാതിരിക്കാനും ബാറ്ററി കേടുകൾ വരാതിരിക്കാനും ലാപ്ടോപ്പ് സ്വയം CPU-യുടെയും GPU-യുടെയും പവർ കുറയ്ക്കും. പവർ കുറയുമ്പോൾ ഗെയിമിലെ FPS-ഉം കുറയും. ഉദാഹരണത്തിന് ചാർജ് ഇട്ടപ്പോൾ 100 FPS കിട്ടുന്ന ഗെയിം ചാർജ് മാറ്റി 75 FPS വരെ താഴേക്കാം.
ഇത് എല്ലാ ഗെയിമിലും ഒരേപോലെ ആവശ്യമാണെന്നില്ല. ലാപ്ടോപ്പ് മോഡലിനെ ആശ്രയിച്ച് വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് ഗെയിമിംഗ് ലാപ്ടോപ്പ് കമ്പനികൾ ഗെയിമിംഗ് ചെയ്യുമ്പോൾ ചാർജ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറയും. അപ്പോൾ മാത്രമേ ലാപ്ടോപ്പിൻ്റെ മുഴുവൻ പെർഫോമൻസ് ലഭിക്കൂ. അടുത്തതായിട്ട് ഡെസ്ക്ടോപ്പ് എടുക്കാൻ പോകുന്നവർക്ക് വേണ്ടി ഒരു ടിപ്പാണ്, അതായത് കമ്പ്യൂട്ടർ ഉള്ളവർക്ക് വേണ്ടി. ഈ ടിപ്പ് കമ്പ്യൂട്ടർ ഉള്ളവർക്ക് അറിയായിരിക്കും, ബട്ട് പുതിയതായിട്ട് എടുക്കാൻ പോകുന്നവർക്ക് ഇത് അറിഞ്ഞൂടാത്ത കാര്യമായിരിക്കും. ഒരു ചെറിയ കാര്യം പറഞ്ഞു തരാം. എല്ലാവരും വർഷങ്ങളോളം PC തുറന്ന് വൃത്തിയാക്കാറില്ല. അതുകൊണ്ട് ഫാനിലും ഹീറ്റ് സിങ്കിലും പൊടി അടിഞ്ഞുകൂടും. പിന്നെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. വായു ശരിയായി കടക്കില്ല, ചൂട് പുറത്തായി പോകില്ല. ടെമ്പറേച്ചർ കൂടുമ്പോൾ GPU സ്വയം സ്പീഡ് കുറയും. ഇതിനെ തെർമൽ ത്രോട്ട്ലിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗെയിമിംഗ് FPS ഡ്രോപ്പ്, ലാഗ്, ഷട്ടറിങ് എന്നും അനുഭവപ്പെടും. അതുകൊണ്ട് 3 അല്ലെങ്കിൽ 6, 7 മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾ PC വൃത്തിയാക്കുന്നത് നല്ല ശീലമാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇത് ആദ്യമായിട്ട് PC എടുത്തവർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് കാണത്തില്ല. ഇത് ഊരി അതിൻ്റെ അകത്തുള്ള സംഭവം ക്ലീൻ ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളിനെ കൊണ്ടുവന്ന് ഇത് ചെയ്യിക്കാം, അതായത് ടെക്നിക്കലായിട്ട് അറിയാനുള്ള ആൾ കൊണ്ടുവന്ന് ചെയ്യിക്കാം. അല്ലാതെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ PCയുടെ റാം, ഫാന് അങ്ങനത്തെ വേറെ കോമ്പൗണ്ട്സൊക്കെ നിങ്ങളുടെ PC നിന്ന് അബദ്ധത്തിൽ അടിച്ചു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടെക്നിക്കലായിട്ട് അറിയാവുന്ന ആൾക്കാർക്കും ചെയ്യിപ്പിക്കാൻ. പിന്നെ PCയുടെ പവർ മൊത്തത്തിൽ ഓഫ് ചെയ്ത് പവർ കേബിൾ അയച്ച ശേഷമാണ് നിങ്ങൾ ഈ സാധനം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പോർട്ടബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിന് ലാപ്ടോപ്പും, അതേപോലെ ഫ്യൂച്ചർ അപ്ഗ്രേഡ്, പിന്നെ കൂടുതൽ FPS അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ്, അതായത് കമ്പ്യൂട്ടർ. നിങ്ങൾക്ക് ഏത് ലാപ്ടോപ്പാണോ ഡെസ്ക്ടോപ്പാണോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടാലാണ് ചെയ്യുന്നതായിരിക്കും. ലാപ്ടോപ്പ് ഏതാണ് നല്ലത്, നിങ്ങളുടെ ബഡ്ജറ്റ് ആയിട്ടാണ് അതേപോലെ ചെയ്ത്, അതേപോലെ PC അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. താഴെ കമൻറ്റ് ഇട്ടാൽ മതി. ആൻഡ് എല്ലാവരും താങ്ക്സ് ടു വാച്ച്, ലൈക്ക് ആണ്, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലാപ്ടോപ്പ് നോക്കുന്നവർ ഇപ്പോൾ ഓണം വരികയാണ്, അതുകൊണ്ട് നല്ല ഓഫറാണ്. ഇപ്പോൾ എടുക്കുന്നതിൽ കുറച്ചുകൂടി നല്ലത്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.